ഇന്ന് കർക്കിടകം 1. ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. തോരാതെ മഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. തിരിമുറിയാതെ പെയ്യുന്ന മഴയിൽ കൃഷിനാശവും തൊഴിലില്ലായ്മയും രൂക്ഷമായിരുന്ന കർക്കിടകം. ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനായി ഭക്തിയിൽ അഭയം തേടുന്നവർ. സന്ധ്യാനേരങ്ങളിൽ എങ്ങും ഉയർന്നു കേൾക്കുന്ന രാമായണ ശീലുകൾ. കർക്കിടക മാസാരംഭത്തിന് മുമ്പ് തന്നെ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കും. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലാണ് ഒരു മാസം രാമായണ പാരായണം. രാമായണം വായിച്ചു തീരുമ്പോൾ കത്തിച്ചാമ്പലാകേണ്ടത് ലങ്കയല്ല, മനസ്സിലെ വിദ്വേഷങ്ങളാണെന്നാണ് വിശ്വാസം. പൂർവികരെയും മൺമറഞ്ഞ പിതൃക്കളെയും ഓർമ്മിക്കാനായി കർക്കിടക വാവിന് പിതൃക്കൾക്ക് ബലിതർപ്പണവും നടത്തും. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ്. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പും ഇവിടെ തുടങ്ങുകയാണ്. കർക്കിടകം ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു മാസമാണ്. ഈ മാസം കർക്കിടക കഞ്ഞിയും മരുന്ന് കഞ്ഞിയും തയ്യാറാക്കി കഴിക്കുന്നത് പതിവാണ്. കർക്കിടക കഞ്ഞിയിൽ ഔഷധ ഗുണങ്ങളുള്ള വിവിധതരം പച്ചമരുന്നുകളും ധാന്യങ്ങളും ചേർക്കുന്നു. ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ശരീരത്തിന് ഉണർവ് നൽകാനും ഇത് ഉത്തമമാണ്. സിറ്റി വിഷൻ, രാജാക്കാട്.